നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് CTV വാർത്തകൾ ആരംഭിക്കുകയാണ്. ഇനി ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച കനത്ത മഴ മണ്ണുത്തി, മാടക്കത്തറ, നടത്തറ, പുത്തൂർ, തെക്കുംകര, പാണഞ്ചേരി പഞ്ചായത്തുകളെ വെള്ളക്കെട്ടിൽ മുക്കി. പീച്ചി റിസർവോയറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ ഷട്ടറുകൾ പൂർണ്ണമായി ഉയർത്തി വെള്ളം തുറന്നുവിട്ടു. കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. പീച്ചി റിസർവോയറിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ പീച്ചി ഡാം ഷട്ടറുകൾ 72 ഇഞ്ച് വീതം ഉയർത്തി. രാത്രിയിൽ കനത്ത മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥ പ്രവചനം മുന്നിൽ കണ്ടുകൂടിയാണ് ഡാം ഷട്ടറുകൾ പരമാവധി ഉയർത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക വേണ്ടെന്നും അതീവ ജാഗ്രത വേണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച കനത്ത മഴ മണ്ണുത്തി, മാടക്കത്തറ, ചെറക്കേക്കോട്, നെല്ലങ്കര, കുണ്ടുകാട്, പൊങ്ങണങ്കാട് പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മാടക്കത്തറ പഞ്ചായത്തിലെ പാടങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഈ പ്രദേശം ഇന്നുവരെ കാണാത്തത്ര രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഇന്ന് ജനജീവിതം ദുസ്സഹമാക്കിയത്. കഞ്ചിത്തോട് ഡാം നിറഞ്ഞു കവിഞ്ഞ് സ്ലൂയിസിലൂടെ വെള്ളം പുറത്തേക്ക് വന്ന് ചെറക്കേക്കോട്, മാടക്കത്തറ വഴി പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകി വരുന്നതിനൊപ്പം പീച്ചി അണക്കെട്ടിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം കൂടി ചേർന്നതോടെ ഇന്നുവരെ ഈ പ്രദേശം കണ്ടിട്ടില്ലാത്ത അത്ര വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. പാണ്ടിപ്പറമ്പ്, കിഴക്കേ വെള്ളാനിക്കര, ഊരാഞ്ചേരി, പടിഞ്ഞാറെ വെള്ളാനിക്കര പാടങ്ങളും വെള്ളത്തിൽ മുങ്ങി. ഇതോടെ പാടം നികത്തിയുണ്ടാക്കിയ നഴ്സറികളും വാഴകൃഷികളും മുങ്ങി. നാട്ടുകാർ നിരന്തരം പാടം നികത്തലിനെതിരെ സമരം നടത്തിയിട്ടും നടപടിയില്ലാതെ വന്നപ്പോൾ പ്രകൃതി നേരിട്ട് നടപടിയെടുത്തു എന്ന് വേണം അനുമാനിക്കാൻ. കട്ടിളപ്പൂവം, ചെന്നിക്കര പ്രദേശങ്ങളിലെ ഉയർന്ന സ്ഥലങ്ങളിൽ വരെ മഴവെള്ളം പ്രശ്നങ്ങളുണ്ടാക്കി. ചെന്നിക്കര ചെക്ക് ഡാം നിറഞ്ഞു കവിഞ്ഞ് പുല്ലങ്കണ്ടം, മേലിലം പ്രദേശങ്ങളിലൂടെ വന്ന വെള്ളം ഈ പ്രദേശത്തെ ആകെ ദുരിതക്കളമാക്കി മാറ്റി. കുണ്ടുകാട്, പൊങ്ങണങ്കാട് റോഡ് നവീകരണത്തിന് ഉയർത്തിയ സ്ഥലങ്ങളിലെ മണ്ണ് ഒലിച്ചുപോയി വെള്ളക്കെട്ടിലായിട്ടുണ്ട്. കുണ്ടുകാട് സെന്റർ മുതൽ വട്ടായിമൂല വരെ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. കാൽനട യാത്ര പോലും ഇവിടെ സാധ്യമല്ലാത്ത വിധം വെള്ളക്കെട്ടാണ്. അയ്യപ്പാറ, കള്ളുഷാപ്പിൽ വെള്ളം കയറിയിട്ടുണ്ട്. മാടക്കത്തറ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പൊങ്ങണങ്കാട് സെന്റ് എലിസബത്ത് സ്കൂളിലും മാടക്കത്തറ NSLP സ്കൂളിലും ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് നിലവിൽ നമ്മുടെ ഈ സെന്റ് എലിസബത്ത് സ്കൂൾ 16 മാർക്കുള്ള സെന്റ് എലിസബത്ത് സ്കൂളിലാണ് ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് നിലവിൽ 20 ഫാമിലിയാണ് അവിടെ ഉള്ളത്. അതിനകത്ത് മൊത്തത്തിൽ 56 അംഗങ്ങളുണ്ട് ഈ ഒരു ഫാമിലിയിൽ. അതിനകത്ത് ആണുങ്ങൾ മെയിൽ 22, ഫീമെയിൽ 24, കുട്ടികൾ 10 പേര്. അപ്പം മൊത്തത്തിൽ 14-15 വാർഡുകളിലെ ആൾക്കാരാണ്, കൂടുതലും പഞ്ചായത്തിലെ ആൾക്കാരാണ് ഇവിടെ ഒത്തിരി നടന്നിട്ടുള്ളത്. ഈ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വിൽവട്ടം ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 11ഓളം ആൾക്കാർ കുടുംബങ്ങൾ അവിടുത്തെ ക്യാമ്പിലോട്ട് പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് വരുന്നതനുസരിച്ച് ഡീറ്റെയിൽസ്. താണിക്കുടം അമ്പലത്തിൽ വെള്ളം കയറിയതോടെ ഭഗവതി രണ്ടാമതും നീരാടി. പട്ടിക്കാട് തമ്പുരാട്ടിപ്പറമ്പിൽ ദേശീയ പാതയോരത്തേക്ക് മരം വീണിട്ടുണ്ട്. മാടക്കത്തറ പഞ്ചായത്ത് മുതൽ പൊങ്ങണങ്കാട് വരെ റോഡ് തോടായി ഒഴുകുന്നു. പരിസരത്തെ വീടുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കള്ളായി തേറമ്പം റോഡും മാടക്കത്തറ താണിക്കുടം റോഡും വെള്ളം കയറി. മാടക്കത്തറയിലെ വിവാദമായ കുര്യമ്പാടം നികത്തി നഴ്സറി ഉണ്ടാക്കിയതും വാഴകൃഷിയും മുക്കി പ്രകൃതി പണി കൊടുത്തു.
പാണ്ടിപ്പറമ്പിൽ വൈദ്യുതി ലൈനിലേക്ക് വൻ മരം വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മണ്ണുത്തി VVHS സ്കൂളിന് സമീപം സീഡ് ഫാമിലെ മരം 11 kV ലൈനിലേക്ക് വീണ് ലൈൻ പൊട്ടി വീണ് വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നു. ഈ മരം മുറിച്ചു നീക്കുവാൻ 6 മാസം മുമ്പ് മേയർ ആവശ്യപ്പെട്ടിട്ട് അധികൃതർ അനങ്ങിയിരുന്നില്ല. അധികൃതർ പരസ്പരം പഴിചാരി നാട്ടുകാരെ ഈ മഴക്കാലത്ത് ഇരുട്ടിലാക്കി. ട്യൂഷന് പോയിരുന്ന കുട്ടികൾ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കനത്ത മഴ മണ്ണുത്തി സെന്ററിൽ വൻ വെള്ളക്കെട്ട് സൃഷ്ടിച്ചു. ഫ്ലൈ ഓവറിന്റെ 2 വശങ്ങളിലെയും സർവീസ് റോഡുകൾ വെള്ളം നിറഞ്ഞു തോടായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. റോഡരികിലെ ATMകളിൽ വെള്ളം കയറി. തത്തമംഗലത്ത് നിന്നും അത്യാസന്ന നിലയിലായ രോഗിയുമായി വന്ന ആംബുലൻസ് വെള്ളത്തിൽപ്പെട്ടു. മറ്റൊരു ആംബുലൻസ് വരുത്തിയാണ് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ചേറൂരിൽ പെയ്ത ശക്തിയായ മഴയിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റേഷൻ കടയിലേക്ക് വെള്ളം കയറിയതോടെ അരിയും ഗോതമ്പും മറ്റ് റേഷൻ സാധനങ്ങളും ലോറിയിൽ കയറ്റി മാറ്റി. അഗ്നിശമന സേന എത്തി വീടുകളിൽ കുടുങ്ങിയ ആളുകളെ രക്ഷിച്ച് ആശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റി. പാണ്ടിപ്പറമ്പ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപം കൊക്കിനി മുരളിയുടെ വീട്ടിൽ വെള്ളം കയറി. മുരളിയുടെ ഉപജീവന മാർഗമായ പശുക്കളും തൊഴുത്തും വെള്ളം കയറി അപകട ഭീഷണിയിലാണ്. വീടിന്റെ പരിസരത്ത് മഴവെള്ളം പോകുന്ന 8 അടിയോളം വീതിയുണ്ടായിരുന്ന കാന പഞ്ചായത്ത് അധികാരികൾ വശങ്ങൾ കെട്ടി 2 അടിയായി ചുരുക്കിയതാണ് വീട്ടിലേക്ക് വെള്ളം കയറാൻ കാരണമെന്ന് മുരളി പറയുന്നു. 2018 വെള്ളം കയറി വലിയ നാശനഷ്ടമുണ്ടായി. മറ്റുള്ളവർക്ക് എല്ലാവർക്കും നഷ്ടപരിഹാര തുക നൽകിയപ്പോൾ തന്നെ മാത്രം ഒഴിവാക്കിയതായും മുരളി പരാതി പറയുന്നു. മുരളിയുടെ ദയനീയാവസ്ഥ കണ്ട നാട്ടുകാർ എത്തി പറമ്പിലെ വെള്ളം കാനയുടെ വശം പൊളിച്ച് ഒഴുക്കിക്കളഞ്ഞു. പണ്ടത്തെ മരുന്നാവണം, അത് ചുരുക്കാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ തൊട്ട് ആ അമ്പലം വരയ്ക്ക്, സുബ്രഹ്മണ്യൻ അമ്പലം വരയ്ക്കുള്ള ചാല് പണ്ടത്തെ മരുന്ന് അതേ മരുന്ന് ഇന്നും വേണം. അതൊക്കെയുള്ള ഞങ്ങൾക്ക്. കാരണം ഇനി അത് ചുരുക്കാൻ പാങ്ങില്ല ഒരിക്കലും. ഇതിപ്പോ എൻ്റെ വീട്ടിൽ വീടിന് വെള്ളമല്ലത്, ഇത് ഏറ്റവും മോളിൽ നിന്ന് പറഞ്ഞ വെള്ളമാണ് ഇവിടേക്ക് വരുന്നത്. മനസ്സിലായ അവര് വിചാരം നമ്മുടെ വീട്ടിലെ വെള്ളമാണ്. അല്ലല്ല, അതൊന്നല്ല അതിന്റെ കാര്യം. ഇത് എത്രയോ വഴി അകലെന്ന് പറഞ്ഞ വെള്ളം ഇവിടേക്ക് വരുന്നത് കണ്ട. ഇപ്പൊ ഈ കാണുന്ന വെള്ളമൊക്കെ ഇവിടെ വീണ വെള്ളമല്ല, ഇത് വരുവെള്ളമാണ്. അത് പോലുള്ള സംവിധാനം ഉണ്ടായേ പറ്റുള്ളൂ നമുക്ക്. 2018 ഞങ്ങള് ശശിയേട്ടൻ്റെ അവിടെ പോയിട്ട് താമസിച്ചിട്ട് അന്ന് വെള്ളം കയറി 10,000 രൂപ വെച്ചിട്ട് എല്ലാ വീടുകൾക്കും നഷ്ടപരിഹാരം കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് 1 രൂപ കിട്ടിയിട്ടില്ല. അത് വെള്ളം കയറാത്ത ആൾക്കാർക്ക് വെള്ളം പോലെ വിളിച്ചു കൊടുക്കാറുണ്ട് ഇവിടുത്തെ നേതാക്കന്മാര്. അന്ന് അത്രയും പോലും ഞങ്ങൾക്ക് 1 രൂപ കിട്ടിയിട്ടില്ല. അന്നും ഞങ്ങൾ ഇവിടെ ഇന്നായിരുന്നു, ഇന്നും ഞങ്ങൾ ഇവിടെ ഇന്ന ഈ വെള്ളക്കെട്ടിൽ തന്നെ ഞങ്ങൾ അന്നും താമസിച്ചിരുന്നു. ഇന്നും ഞങ്ങൾക്ക് 1 രൂപ വരെ അന്നുമില്ല ഇന്നുമില്ല. ഞങ്ങൾ ചോദിക്കാനും പോകണില്ല. കേരളത്തിൽ അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. ഇതുപ്രകാരം വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതുയിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ വെട്ടിയൊതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വെക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കുവാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റാവശ്യങ്ങൾക്ക് ഇറങ്ങുവാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരത്തിൽ
അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ശക്തമായ മഴയിൽ കുന്നിടിഞ്ഞ് നാശനഷ്ടം വിതച്ച 4 കുടുംബങ്ങളെ അധികൃതർ മാറ്റിപ്പാർപ്പിച്ചു. ഇരട്ടക്കുളങ്ങര HMC മൂലയിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപത്ത് താമസിക്കുന്ന ഇരട്ടക്കുളങ്ങര സ്വദേശികളായ പത്തുടി അബ്ദുൾ റഹ്മാൻ, എറ്റിൻകര ലത്തീഫ്, നബീസ ദമ്പതികൾ, കുന്നത്ത് മണികണ്ഠൻ, പുതിയ വീട്ടിൽ നിസാമുദ്ദീൻ എന്നീ കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ 20ഓളം അടി വലിപ്പമുള്ള കുന്നാണ് ഇടിഞ്ഞു വീണ് വീടിന്റെ പിൻഭാഗം തകരുകയും അകത്തേക്ക് മലിനജലം വരെ ഒഴുകിയെത്തുകയും ചെയ്തത്. ഈ കുന്നിന്റെ ഭീഷണി 2018-ലും കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഉണ്ടായിട്ടും അധികൃതർ മുൻകരുതലിന്റെ ഭാഗമായി കുന്നിടിച്ചു മാറ്റുവാനോ മറ്റോ തയ്യാറായില്ലെന്ന പരാതിയും ശക്തമാണ്. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം മഴയത്ത് മണ്ണിടിച്ചിട്ട് വെള്ളം ഫുള്ളായി അകത്തേക്ക് കയറി, സാധനങ്ങളൊക്കെ നശിച്ചു. ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ട് കയറ്റുണ്ടാക്കിയ വീടാണ്. അല്ലെങ്കിൽ എവിടെ പോയി നിൽക്കുന്ന ഒരു ഇതും കിട്ടുന്നില്ല. എന്താ ചെയ്യാന്ന് ഇപ്പോൾ അറിയില്ല. എന്താ ചൈനീസ് പരിഹാരം ചെയ്തായിരുന്നു എനിക്ക്. ഇവിടെ ഫസ്റ്റിൽ ഇവിടെ പണിയാൻ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുനിസിപ്പാലിറ്റി പണിയുമ്പോൾ മണ്ണെടുക്കാൻ പാടില്ല, മണ്ണെടുത്ത് ചാല് കയറി പണിയുമ്പോൾ ഹൈറ്റിൽ പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പണിയാന്ന് പറഞ്ഞിട്ട് അവരാരും പണിതില്ല. അന്ന് ഈ വീടുകൾക്കൊന്നും കേട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് പണിതത്. അന്ന് മണ്ണിൽ നിന്നും 4 അടി ഹൈറ്റ് വെച്ചിട്ട് പണി നിർത്തി, കാശില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അവർ പണിയും ഈ ഫണ്ട് ഇപ്പം തന്നെ ഉണ്ടാവുന്ന പറഞ്ഞാൽ പണി നിർത്തിയത്. പിന്നീട് അതിനെപ്പറ്റി ആ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ഇതേവരെ ഞങ്ങൾ ഇവിടെ ഈ കണ്ട കാലം വരെ ഇടിച്ചിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇടിച്ചിൽ തുടങ്ങി. ഇപ്പോഴും ഇവിടെ ആർക്കും ഇപ്പോൾ ഈ 4-5 വീടും പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണെടുത്തപ്പോൾ എൻ്റെ അടുക്കള പോയി, അപ്പുറത്തെ ഈ വീടിൻ്റെ അടുക്കളയിൽ മണ്ണ് കിടക്കണം, അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഉള്ളിൽ ഒന്നിനും കയറാൻ പറ്റില്ല.
പേമാരിയിൽ വിറങ്ങലിച്ച് വടക്കാഞ്ചേരി, വെള്ളക്കെട്ടിലമർന്ന നാട്. കനത്ത മഴയിൽ വിറങ്ങലിച്ച് നാട്. പലയിടത്തും മണ്ണിടിഞ്ഞും മരം വീണും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നിരവധി വീടുകളിൽ വെള്ളം കയറി. 100ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വാഴാനിപ്പുഴ കരകവിഞ്ഞൊഴുകി. ഓട്ടുപാറ പട്ടണം വെള്ളക്കെട്ടിലമർന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വ്യാപക നാശനഷ്ടം സംഭവിച്ചു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. കുമരനെല്ലൂർ, മാരാത്തുകുന്ന്, ശാന്തിനഗർ മേഖലകളിൽ വീടുകളിൽ വ്യാപകമായി വെള്ളം കയറിയതോടെ ജനം ദുരിതത്തിലായി. പല വീടുകളിലെയും ഇരുചക്ര വാഹനങ്ങളും കാറുകളുമെല്ലാം വെള്ളത്തിൽ മുങ്ങി. NDRF സംഘത്തിന്റെയും ഫയർഫോഴ്സിന്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടുകളിലാണ് വയോധികരും കുട്ടികളും ഉൾപ്പെടുന്നവരെ പുറത്തെത്തിച്ചത്. അകമല, തൂമാനം പരിസരത്തും മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വടക്കാഞ്ചേരി PWD റെസ്റ്റ് ഹൌസിന് എതിർവശത്തുള്ള കുന്നിടിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് വീണു. സംഭവ സമയം പ്രദേശത്ത് കാൽനട വാഹനയാത്രക്കാരുടെ സാന്നിധ്യം ഇല്ലാതിരുന്നതിനാൽ ആശ്വാസമായി. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. വടക്കാഞ്ചേരി ടൗണിൽ വടക്കാഞ്ചേരി പുഴയുടെ 2 ഭാഗങ്ങളിലും അതുപോലെ തന്നെ തൂമാനത്തുനിന്ന് വരുന്ന അകമല തോടിൻ്റെ 2 കരകളിലുമായി വെള്ളം വല്ലാതെ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ട്. ശക്തമായ മഴയാണ്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലും മച്ചാട് ഹൈസ്കൂളിലൊക്കെ തന്നെ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും നേരത്തെ പിന്നെ വീടുകളിലേക്ക് വെള്ളം കയറിയവയൊക്കെ തന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സംവിധാനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും കെടുതികളെ അതിജീവിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴും. ഇപ്പോഴത്തെ മഴക്കെടുതികളിൽ എങ്ങനെ വിലയിരുത്തുന്നു? നമുക്കറിയാലോ, അതിതീവ്ര മഴയാണ്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇനിയും 2 ദിവസം ഇതുപോലെ തന്നെ മഴ തുടരും. ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്ന നിലയിലാണ് ഗവൺമെൻറ്റും മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കെടുതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടാനാവശ്യമായ രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും രംഗത്തുണ്ട് എന്നതാണ് പറയാം. ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതവും മണിക്കൂറോളം നിലച്ചു. അകമല ശാസ്താ ക്ഷേത്രത്തിന് മുൻഭാഗത്തുള്ള റെയിൽ പാളത്തിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ട്രാക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ മണ്ണ് നിറഞ്ഞിരുന്നു. തൃശൂരിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് തിരിച്ചു പോകുന്ന ട്രെയിനുകളെല്ലാം മണ്ണ് പൂർണ്ണമായി മാറ്റിയ ശേഷം യാത്ര തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടക്കുന്നു. കൂടാതെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലും പാളത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയിലെ ബ്ലോക്ക് ഓഫീസ് പരിസരത്ത്, ഡിവിഷനിൽ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് ഇന്നലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയിൽ ഈ ഭാഗത്തുള്ള റെയിൽവേയുടെ ഓരം ചേർന്നിട്ടുള്ള പാലം തകർന്നു പോവുകയും അതുപോലെ തന്നെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ്. റെയിൽവേ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. വളരെ ശക്തിയായ മഴ. പുത്തൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനായി ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. യുവാവ് ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ CTVക്ക് ലഭിച്ചു. പുത്തൂർ കയനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകന്റെ മകൻ 24 വയസ്സുള്ള അഖിലാണ് ഒഴുക്കിൽപ്പെട്ടത്. തൃശൂരിലെ ബൈക്ക് ഷോറൂം ജീവനക്കാരനായ യുവാവ് വീടിന് സമീപം വെള്ളം കയറിയതറിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. പുത്തൂർ കൈനൂർ റോഡിൽ കൂടെ പോകുമ്പോൾ ശക്തമായ കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതോടെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും വെള്ളത്തിലെ ശക്തമായ കുത്തൊഴുക്ക് പ്രതിസന്ധിയായി. ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പീച്ചിയിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിട്ടതോടെ പുത്തൂർ പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വ്യാപക വെള്ളക്കെട്ട്. പുത്തൂരിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ കൈനൂർ, മരത്താക്കര, പുഴമ്പളം, പുത്തൂർ തുടങ്ങി മണലിപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. പുത്തൂർ കൈനൂർ റോഡിൽ കൂടെയുള്ള ശക്തമായ ഒഴുക്കിലാണ് കൈനൂർ സ്വദേശിയായ കാരാട്ടുപറമ്പിൽ അഖിൽ ഒഴുക്കിൽപ്പെട്ടത്. ഇയാൾക്കായി ഇരിഞ്ഞാലക്കുടയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്നും ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ജനങ്ങളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയത്.
പുത്തൂർ പഞ്ചായത്ത് പരിധിയിൽ പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ, മരത്താക്കര പള്ളി സ്കൂൾ, കൈനൂർ ശിവക്ഷേത്ര ഹാൾ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. വെള്ളം കയറിയതിനെ തുടർന്ന് പുത്തൂർ കൈനൂർ റോഡ്, പുത്തൂർ മാന്നാമംഗലം റോഡ്, പുത്തൂർ പുഴമ്പള റോഡ് എന്നിവിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പീച്ചിയിൽ നിന്നും കൂടുതൽ വെള്ളം വന്നതോടെ നടത്തറ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ മൂർക്കനിക്കര, വലക്കാവ് തുടങ്ങിയ മണലിപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ വെള്ളം കയറി. നടത്തറ പഞ്ചായത്ത് ഓഫീസിലും കഴിഞ്ഞ രാത്രിയിൽ വെള്ളം കയറി. മൂർക്കനിക്കര, പുത്തൂർ, വലക്കാവ് റോഡുകളിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. പോലൂക്കര ബേബീസ് നഗർ സ്വദേശി പുത്തൻതറയിൽ ചന്ദ്രൻ, മേനോത്തുപറമ്പിൽ സച്ചിദാനന്ദൻ എന്നിവരുടെ വീടുകൾ പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. ആമ്പല്ലൂരിലെ കരകൗശല വിദഗ്ധനും കവിയുമായ ശ്രീകുമാർ ആമ്പല്ലൂരിനെ പറ്റിയ ഒരു അബദ്ധം. വയറു കുറയ്ക്കണമെന്ന മോഹത്തോടെ ജൂലൈ 29 മൈലി ഹെർബൽ ഫുഡ് പ്രൊഡക്റ്റ് വാങ്ങി. വില 200 രൂപ. വീട്ടിൽ ചെന്ന് കഴിച്ച് സ്വാദറിയാൻ അതിയായ മോഹം. വർണ്ണാഭമായ കുപ്പി കവർ തുറക്കാതെ തിരിച്ചും മറിച്ചും നോക്കി. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ണ് ഒരിടത്ത് ഉടക്കിയത്. സ്വന്തം നഗ്നനേത്രങ്ങളെ ഇച്ചിരി സംശയത്തോടെ കാണുന്ന ശ്രീകുമാർ കണ്ണിൽ കണ്ണട ഫിറ്റ് ചെയ്ത് വീണ്ടും തുറിച്ചു നോക്കിപ്പോയി. ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ടോണിക് കമ്പനിയുടെ ദീർഘവീക്ഷണം കണ്ട് സത്യമായും ഞെട്ടിപ്പോയി. മാനുഫാക്ചറിംഗ് തീയതി കണ്ട് കണ്ണ് തള്ളിപ്പോകാതിരിക്കുവാൻ ശ്രീകുമാർ സ്വയം കൺട്രോൾ ചെയ്തു. എന്തായാലും ഇതൊക്കെ കഴിച്ചാൽ വയറു മാത്രമല്ല കുറയുക, ചിലപ്പോൾ കുടുംബത്തിലെ എണ്ണവും കുറയുമെന്ന പ്രകൃതി സത്യം തിരിച്ചറിഞ്ഞ ശ്രീകുമാർ നിങ്ങളെയും ഈ അത്ഭുത സംഭവം അറിയിക്കുന്നു. നിലവിലുള്ള പെൻഷന്റെ പകുതി തുക പത്രപ്രവർത്തക ആശ്രിത പെൻഷനായി വർദ്ധിപ്പിക്കണമെന്ന് സീനിയർ ജേർണലിസ്റ്റ്സ് ഫോറം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പെൻഷൻ അനുവദിക്കുവാൻ യഥാസമയം ബന്ധപ്പെട്ട കമ്മിറ്റികൾ ചേരാത്തതിനാൽ അപേക്ഷകർ ബുദ്ധിമുട്ടുകയാണ്. വിരമിച്ച ശേഷം ലഭിക്കേണ്ട പെൻഷൻ പലർക്കും ഇതുമൂലം മാസങ്ങളായി ലഭിക്കുന്നില്ല. വർദ്ധിപ്പിച്ച പെൻഷൻ അനുവദിച്ച സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു. ഫോറം സംസ്ഥാന പ്രസിഡന്റ് എ. മാധവൻ ഉദ്ഘാടനം ചെയ്തു.
മുൻ നിയമസഭാ സ്പീക്കർ തേരമ്പി രാമകൃഷ്ണൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എൻ രാജനെ പൊന്നാടയണിയിച്ചു. ജില്ലാ പ്രസിഡന്റ് അലക്സാണ്ടർ സാം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ ശ്രീകുമാർ സ്വാഗതവും AT വർഗീസ് നന്ദിയും പറഞ്ഞു. ഫോറം ജനറൽ സെക്രട്ടറി KP വിജയകുമാർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഫ്രാങ്കോ ലൂയിസ്, VM രാധാകൃഷ്ണൻ എന്നിവരെ അനുമോദിച്ചു. ഭാരവാഹികളായി ബാലകൃഷ്ണൻ കുന്നമ്പത്ത്, VM രാധാകൃഷ്ണൻ, ജോൺസൺ V ചിറയത്ത്, ജോയം മണ്ണൂർ, K കൃഷ്ണകുമാർ, സുമം മോഹൻദാസ്, PJ കുര്യാച്ചൻ, ജോർജ് പൊടിപ്പാറ, JR പ്രസാദ്, K കിഷോർ കുമാർ, MD വർഗീസ്, AT വർഗീസ്, CC കുര്യൻ, KK കൃഷ്ണമോഹൻ, TA സാബു, അലക്സാണ്ടർ സാം, V സുരേന്ദ്രൻ, ഡോക്ടർ A മുഹമ്മദ് അലി, ഫ്രാങ്കോ ലൂയിസ് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. നടത്തറ പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കയറിയതിനാൽ വൻ പ്രതിസന്ധി. മുളയം, ചേരിപ്പറമ്പ്, വലക്കാവ്, കയനൂർ, മൂർക്കനിക്കര, മദിരാശിമൂല തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻ വെള്ളക്കെട്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നു. കനത്ത മഴയും പീച്ചിയിലെ വെള്ളവുമാണ് പ്രതിസന്ധിക്ക് കാരണം. വിവിധ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച കനത്ത മഴ മണ്ണുത്തി, മാടക്കത്തറ, നടത്തറ, പുത്തൂർ, തെക്കുംകര, പാണഞ്ചേരി പഞ്ചായത്തുകളെ വെള്ളക്കെട്ടിൽ മുക്കി. പീച്ചി റിസർവോയറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ ഷട്ടറുകൾ പൂർണ്ണമായി ഉയർത്തി വെള്ളം തുറന്നുവിട്ടു. കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.